ഇന്നത്തെ അറിയിപ്പുകൾ നോക്കാം. നിലമ്പൂർ ഷൊർണൂർ മെമുവിന് അധിക സ്റ്റോപ്പ് പ്രഖ്യാപിച്ച് ദക്ഷിണ റെയിൽവേ. തുവൂരിലാണ് അധിക സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഈ മാസം 17 മുതലുള്ള സർവീസുകൾക്കാണ് പ്രത്യേക സ്റ്റോപ്പ് അനുവദിച്ചത്. ട്രെയിൻ നമ്പർ 663226 ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ റോഡ് വരെ സർവീസ് നടത്തുന്ന മെമു പാസഞ്ചറിന് തുവൂരിൽ അധിക സ്റ്റോപ്പ് അനുവദിച്ചു. രാത്രി 8:35 ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ 9:24 തുവൂരിലെത്തും. 1 മിനിറ്റ് നിർത്തിയ ശേഷം 10:05 നിലമ്പൂർ റോഡിലെത്തും. തിരികെ നിലമ്പൂർ റോഡിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള മെമു സർവീസ് പുലർച്ചെ 3:10 ആരംഭിക്കും. 3:30 തുവൂരിലെത്തുന്ന ട്രെയിൻ 1 മിനിറ്റ് നിർത്തിയ ശേഷം 4:20 ഷൊർണൂരിലെത്തും. മെമു സർവീസ് ആരംഭിച്ചത് മുതൽ തന്നെ തുവൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യമായിരുന്നു ഉയരുന്നത്. യാത്രക്കാരുടെ ദീർഘകാല ആവശ്യത്തെ തുടർന്ന് പരീക്ഷണാടിസ്ഥാനത്തിലാണ് സ്റ്റോപ്പ് അനുവദിച്ചത്. ഇതോടെ രാത്രിയിൽ മേലാറ്റൂരിലേക്കോ വാണിയമ്പലത്തേക്കോ പോകേണ്ട അവസ്ഥയ്ക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗങ്ങളിലേക്ക് മാറ്റാൻ ഇനിയും അവസരം. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ PHH വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ 31 വൈകിട്ട് 5 വരെ നീട്ടി. പൊതുജനങ്ങൾക്ക് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത ഓൺലൈൻ കേന്ദ്രങ്ങൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ നൽകാം. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് ജനുവരി 13 നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. തിരുവനന്തപുരം, മലപ്പുറം, എറണാകുളം ജില്ലകളിലെ 3 വാർഡുകളിലായാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുക. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ്, മലപ്പുറം ജില്ലയിലെ മുത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം വാർഡ്, എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ വാർഡ് എന്നിവിടങ്ങളിലാണ് പ്രത്യേകം തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഡിസംബർ 24 വരെ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാം. പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഡിസംബർ 26 നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി 29 വോട്ടെണ്ണൽ ജനുവരി 14 നടക്കും. പ്രത്യേക തെരഞ്ഞെടുപ്പുള്ള വാർഡുകളിൽ നിലവിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ളവർ വീണ്ടും പത്രിക സമർപ്പിക്കേണ്ടതില്ല. തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ മുത്തേടം, പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തുകളിൽ പൂർണ്ണമായും, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിൽ മാത്രമായും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.